ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂൺ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ചില നല്ല സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് 333 ഈ ഒരു എനർജിയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ജൂണിൻ്റെ ആ ഒരു മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ജൂൺ മന്ത് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ തോന്നും, എൻ്റെ ആ ഒരു ഭാഗ്യം എന്നെ ഓരോ നല്ല വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് എൻ്റെ ഭാഗ്യം എൻ്റെ മുന്നിൽ നിന്ന് എന്നെ നയിക്കുകയാണ് സന്തോഷത്തിലേക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഫീലാകും. ജൂണിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് നിങ്ങളുടെ ആ ഒരു ജോലി മറ്റൊരാൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. അതേപോലെ ആയിരിക്കും ജൂൺ മന്ത്. നിങ്ങൾക്ക് വലിയ ഒരു ഭാരം തോന്നത്തില്ല ജൂൺ മന്ത്. അതായത് ജീവിതം കുറച്ച് എളുപ്പമാണ്, സരളമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങളുടെ ലൈഫിൽ ആ സ്ട്രഗിൾ കുറച്ച് കുറയും. നിങ്ങളുടെ ആ ഒരു ജോലി ആ ഭാരം കുറയും. ഇവിടെ എവിടെ ആയാലും നിങ്ങളുടെ ആ ഒരു വർക്കിന് വേണ്ടി നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ട് എങ്കിൽ എവിടെ നിന്നായാലും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂൺ മന്ത്. അത് വർക്ക് പ്ലേസിലായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും. അത് ചില സമയത്ത് നിങ്ങൾ പ്രതീക്ഷയ്ക്ക് പോലും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നതായിട്ട്. അതായത് പ്രൊഫഷണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കും, ദൈവമേ ആരെങ്കിലും സപ്പോർട്ട് എനിക്ക് ലഭിച്ചെന്നെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് വരാൻ സാധിച്ചെന്ന് സഡനായിട്ടായിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നത് എവിടെ നിന്നെങ്കിലും. അപ്പോൾ ഇങ്ങനൊരു ഇത് ഉറപ്പായിട്ട് 100% നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിനോട് നന്ദി പറയാൻ മറക്കരുത് നിങ്ങൾ. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് നമ്പർ 333 ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ, മോശം ചിന്തിക്കാതിരിക്കുക. എൻ്റെ ലൈഫിൽ വളരെ വലിയൊരു ചേഞ്ചസ് വരാൻ പോവുകയാണ്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എന്ന് നിങ്ങൾ വിചാരിക്കുക. 5 രീതിയിലുള്ള പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി പോലും ബാലൻസിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയാണോ നിങ്ങൾക്ക് ദേഷ്യം ഭയങ്കരമായിട്ട് വരുന്നത് അവിടെ ദേഷ്യം കുറവ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും. ഓപ്പോസിറ്റുള്ള വ്യക്തി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സഡനായിട്ട് ദേഷ്യം വന്ന് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം പറയും. പക്ഷേ ഇനിയുള്ള ആ ഒരു ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം കുറയുന്നത് അതിൻ്റെ കാര്യം എന്നത് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ്. ഇതിന് മുന്നുള്ള റീഡിങ്ങിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യം കുറയും. ആവശ്യമില്ലാതെ എവിടെയൊക്കെ കയറി ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് നിങ്ങൾ നിർത്തും. നിങ്ങൾ പിന്നെ ശാന്തപ്രിയരായി മാറുന്നതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഫലം നല്ലതായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മുന്നേയൊക്കെ എന്ത് കാര്യം ചെയ്താലും ചിലപ്പോൾ മോശ ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് തോന്നും ഇത് വ്യക്തികൾ മുഖേന സംഭവിച്ചതല്ല, ഇത് ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് സംഭവിച്ചതാണ്. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ നന്ദി പറയും. അതായത് ചില കാര്യങ്ങളില്ലേ നിങ്ങൾക്ക് തോന്നും ഈ ഒരു കാര്യത്തിലൊരു ചേഞ്ചസ് ഉറപ്പായിട്ടും ഉണ്ടാവത്തില്ല, ഈ ഒരു കാര്യം ഇനി ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷ കൈവിടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സഡനായിട്ട് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം കൂടുന്നത്. ചില ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തെറ്റുകാരല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്നും തെറ്റായിട്ട് സംഭവിക്കത്തില്ല. നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ മാത്രമേ നിങ്ങളോട് തെറ്റ് സംഭവിക്കുകയുള്ളൂ. ഇവിടെ ആരുടെയെങ്കിലും ഹെൽപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഡനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുക. വർക്ക് പ്ലേസിൽ നിങ്ങളെ ആരെങ്കിലും ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു, ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റം, ആ ഒരു വ്യക്തി ഇനി നിങ്ങളെ ശല്യം ചെയ്യാതിരിക്കുന്നതിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ പോകാൻ പോലും സാധിക്കുന്നില്ല, അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ജൂൺ മന്ത് ക്യാഷ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജൂൺ മന്ത് എന്തോ വലിയൊരു പർച്ചേസ് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു എമൗണ്ട് നിങ്ങൾ ചിലവാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും ജൂൺ മന്ത്. ഈ ഒരു പർച്ചേസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശുഭത കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഈ റീഡിങ് കേട്ടിട്ട് നിങ്ങൾ പോയി ചെന്ന് ഒരു വലിയ പർച്ചേസ് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇവിടെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകും നിങ്ങളുടെ മുന്നിൽ, അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥ വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലോയിൽ എപ്പോഴും ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ പോവുക. ഇവിടെ 333 ആ ഒരു എനർജി പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് ജൂൺ മന്ത് നല്ല രീതിയിൽ ലഭിക്കുമെന്നാണ്. ഇവിടെ ഒരു വ്യക്തി മനസ്സ് പറയുന്നതും ഹൃദയം പറയുന്നതും രണ്ടും കേൾക്കണോ അതോ ഏത് കേൾക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ ഹൃദയം പറയുന്നത് മാത്രം കേൾക്കുക. ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ഈശ്വരൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ എപ്പോഴും ഹൃദയം പറയുന്നത് കേൾക്കുക നിങ്ങൾ. ചില സമയങ്ങൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ ലൈഫിൻ്റെ ചാബി ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ അവിടെ എവിടെയും തേടിക്കൊണ്ട് നടക്കുന്നു. ഇവിടെ ജൂൺ മന്ത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ ഭാഗ്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന്. 2 കാര്യങ്ങളിൽ ബാലൻസ് ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂൺ മന്ത്. അത് നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടും നല്ലൊരു ബാലൻസ് ജൂൺ മന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജൂൺ മന്ത്. ഇവിടെ ക്യാഷ് കയ്യിൽ വരാൻ സമയമാകുമ്പോൾ നമ്മുടെ കൈയുടെ ഉള്ളം കൈയില്ലേ, റൈറ്റ് ഹാൻഡിൻ്റെ ഉള്ളം കൈ, അത് ഭയങ്കരമായിട്ട് ഒരു ചൊറിച്ചിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ പൈസ വരാൻ പോവുകയാണ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ചില സൂചനകളും നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അവൾ കാണും, തത്തയെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ കീരി, നമ്മുടെ കുബേര ഭഗവാന്റെ വാഹനമായ കീരി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ക്യാഷിൻ്റെ ആ നോട്ടിൻ്റെ ആ ഒരു ഇമേജ്, കോയിനിൻ്റെ ഇമേജൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇല്ല എങ്കിൽ എലിഫൻറ്റിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൈനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരാൻ പോകുകയാണ് എന്ന്. ഇവിടെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേയൊക്കെ ഭയങ്കര ദേഷ്യമാണ്. എല്ലാവരോടും വഴക്കിടുന്ന സ്വഭാവം, ഒന്ന് പറഞ്ഞ് രണ്ടിന് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിലുള്ള ആളായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് സംസാരിക്കാൻ ഒരു മടിയായിരുന്നു. കാരണം എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്താണ് ഇത്രയും ഞാനിപ്പോൾ ആ ഒരു ശാന്തമായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ഈ ഒരു ദേഷ്യം കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളെ മാറ്റുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പരിഹാരവും ലഭിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരണം, ഇങ്ങനെ ആയാൽ പറ്റത്തില്ല എൻ്റെ സ്വഭാവം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനാണ് അതിനുള്ള ഏക ഒരു ഉപായം. ഇവിടെ ശരീരം കൊണ്ട് സ്ട്രോങ് ആയിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങൾ സ്ട്രോങ് ആവണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ എനർജി എപ്പോഴും ബാലൻസിലായിട്ടിരിക്കണം. ആ ഒരു എനർജി ബാലൻസ് ആവാൻ ഞാൻ പറയുന്ന ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ. കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് മാത്രമായിരിക്കണം. മറ്റൊരാൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവസരം നമ്മൾ കൊടുക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളുടെ എനർജി എപ്പോഴും ബാലൻസിലിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ജൂൺ മന്ത് സ്പിരിച്വാലിറ്റി കൂടുതലായിട്ടും നിങ്ങളെ വീണ്ടും അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതായിട്ട്, നിങ്ങൾ ആകർഷിക്കപ്പെടുന്നതായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ട് അങ്ങനെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് 7 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ബ്രൗൺ കളർ ഡോഗിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. സ്വപ്നത്തിൽ വാട്ടറിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ടും മിസ്റ്ററി പോലെ ഉള്ള സിനിമകൾ കാണാനായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്ററി ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും. ബ്രഹ്മാണ്ടത്തിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യും. ഒന്നുമില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു രാശി അനുസരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ ഫ്യൂച്ചറിൽ മുന്നോട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്, എന്ത് നല്ലതാണ് എൻ്റെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില ആരെങ്കിലും കയ്യിൽ കൊടുത്ത് നോക്കിപ്പിക്കുക, എൻ്റെ ലൈഫിൽ എപ്പോഴാണ് എനിക്ക് നല്ലത് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം ജൂൺ മന്ത് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ കൈരേഖകളെക്കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട്, മിസ്റ്ററി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലായിരിക്കും ആ സ്വപ്നത്തിൻ്റെ ആൻസർ എന്താണെന്ന്. ആ രീതിയിലുള്ള
സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ ആ ഒരു ഓറ ഇത്രമാത്രം പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. എത്ര നെഗറ്റീവ് എനർജി ആൾക്കാർ നിങ്ങൾക്ക് നേരെ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയാലും അതിലൊന്നും നിങ്ങൾ വീഴത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ഓറ അത്രയ്ക്ക് പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏത് രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ആയിക്കൊള്ളട്ടെ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം നിങ്ങളുടെ എനർജി അത്രമാത്രം ഹൈ എനർജിയിലായിരിക്കും. അതുകൊണ്ട് ഒരു നെഗറ്റിവിറ്റിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും, ഇത് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തിയായിട്ട് കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ജൂൺ മന്ത്. ഇവിടെ പ്രോബ്ലം അവസാനിക്കുന്നതായിട്ടുള്ള ആ ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു രീതിയിലും ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പേടിയിൽ നിങ്ങൾ വിക്ടറി കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം മുന്നേ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, എവിടെ പോവാനും പേടി, എപ്പോഴും വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള ആളായിരുന്നെങ്കിൽ ആ ഒരു പേടിയിൽ നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ആക്ഷൻ എടുക്കാനും ഒരു പേടിയും ഉണ്ടാവത്തില്ല. അതായത് പേടിയില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ തോന്നും, ഈശ്വരൻ നേരിട്ട് എൻ്റെ കൂടെ ഉണ്ട്, പിന്നെ എന്തിന് ഞാൻ പേടിക്കണമെന്ന്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, ഞാൻ വളരെ ധൈര്യശാലിയാണ്, ഞാൻ തളർന്ന് ഇരിക്കുന്ന ശക്തിഹീനരായിട്ടുള്ള ആളല്ല, ധൈര്യശാലിയാണ്, എൻ്റെ കൂടെ ഒരു പവർ ഉണ്ട് എന്ന് പറയും നിങ്ങൾ. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ നാല് സൈഡും പ്രോബ്ലംസാണ്, ആ ഒരു പ്രോബ്ലംസിൽ ഇരുന്ന ആ ഒരു സമയത്ത്, അതായത് ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇത്രയും പ്രോബ്ലംസിൻ്റെ ഇടയിൽ നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ടുവരാൻ സാധിച്ചു. അതായത് ഇത്ര മോശമായിരുന്നിട്ട് പോലും ഒരു വ്യക്തി നല്ലത് ചിന്തിക്കത്തില്ലേ, അങ്ങനെ ഒരു ഇത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജം ഇത്രയും നല്ലത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര തന്നെ പ്രോബ്ലംസിൻ്റെ ഇടയിൽ വന്നാലും അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഐഡിയാസ് ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ പല പ്രോബ്ലത്തിൽ നിന്നും പുറത്തു വന്നത് ഇതുവരെയും. ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു വ്യക്തിയുടെ മുന്നിൽ 4-5 പ്രോബ്ലംസ് ഇങ്ങനെ നിൽക്കുകയാണ്, ആ വ്യക്തി അതിൻ്റെ നടുക്കും. അപ്പോൾ നെഗറ്റീവ് ചിന്തിക്കാൻ അത് മാത്രം മതി. പക്ഷേ നിങ്ങൾ ആ ഒരു സ്ഥിതിയിൽ പോലും പോസിറ്റീവാണ് ചിന്തിച്ചത്. അത് കാരണം എന്താ, ഭഗവാന്റെ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വരം ഈശ്വരൻ കേൾക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു ഇച്ഛ പൂർത്തിയാവേണ്ട ആ ഒരു സമയമാണിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ യെല്ലോ ആൻഡ് വൈറ്റ് ആയിരിക്കും. ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. വൈറ്റ് ഓർ യെല്ലോ, ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വസ്ത്രം നിങ്ങൾ ധരിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ശുഭത വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ ഈ റീഡിങ്ങിൽ പറഞ്ഞതെന്നും പറഞ്ഞ് നിങ്ങൾ വസ്ത്രം ധരിക്കരുത്. നിങ്ങൾക്ക് അല്ലാതെ തോന്നത്തില്ലേ, ഇന്ന് ഈ വസ്ത്രം ധരിക്കാം, അങ്ങനെ തോന്നത്തില്ലേ, യാദൃച്ഛികമായിട്ട് അങ്ങനെ ധരിക്കുക. ചിലപ്പോൾ നിങ്ങൾ വസ്ത്രം ധരിച്ചൊക്കെ ആയിരിക്കും ആ നിറത്തിലുള്ള, അതിനുശേഷമായിരിക്കും റീഡിങ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതും ഒരു നല്ല അത്ഭുതമാണ്. ഇല്ലെങ്കിൽ ഒരു റീഡിങ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ കോമ്പിനേഷനിലുള്ള കളർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു എനർജിയിൽ നിങ്ങൾ മാറുന്നത്. ഇവിടെ ജൂൺ മന്ത് എന്തോ ഒരു ശുഭകാര്യം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഇനാഗുറേഷൻ ആയിരിക്കാം, അത് പുതിയ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ ഒരു വിവാഹം ഉറപ്പിക്കുന്ന ആ ഒരു ഇത്. ഇവിടെ പൂർണ്ണമായിട്ടും ഗ്രീനിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഗ്രീനിൻ്റെ ആ ഒരു എനർജി പറയുന്നത് മെറ്റീരിയൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ്. കൂടാതെ പ്രോസ്പെരിറ്റി, അബണ്ടൻസ്, ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കോമൺ ആയിട്ട് കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് ജൂൺ മന്ത് നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ജൂൺ മന്ത് നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചർ പ്ലാനിങ് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പല പ്ലാനിങ്ങും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങൾ എന്തോ വലിയ കാര്യം പർച്ചേസ് ചെയ്യുമെന്നല്ലേ പറഞ്ഞ്, അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അതായത് ഞാൻ ജൂൺ മാസം അത് വാങ്ങിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്.
ഇവിടെ ചില ആൾക്കാർ വാഹനം വാങ്ങിക്കുന്നതായിട്ട്, ചില ആൾക്കാർ എന്തോ വസ്തു വാങ്ങിക്കുന്നതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വന്ന് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ആ ഒരു സന്തോഷം കാണണം. അതായത് ഭയങ്കരമായിട്ട് മനസ്സിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഞാൻ ഈ ഒരു കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരുന്ന, എനിക്ക് ലാസ്റ്റ് അത് പർച്ചേസ് ചെയ്യാൻ സാധിച്ചല്ലോ, അങ്ങനെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ 4 വീലർ ആയിരിക്കാം, അല്ലെങ്കിൽ 2 വീലർ ആയിരിക്കാം. ഇവിടെ ചില ആൾക്കാർ പുതിയ വീട് ലേക്ക് ജൂൺ മന്ത് പോകുന്നതായിട്ട്, പാലുകാച്ച അന്ന് ജൂൺ മന്ത് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ജൂൺ മന്ത് ക്യാഷ് കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ശാന്തിയുടെ ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് ഒരിടത്ത് സ്ഥിരമായിട്ടല്ല ഉള്ളത്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ഇവിടെ ഇത്രമാത്രം റീഡിങ്ങിൽ പോസിറ്റിവിറ്റി വന്നിട്ട് പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സംശയമാണ്. ഇവിടെ ഈശ്വരൻ പറയുന്നത്, ആർക്കോ ഈ ഒരു റീഡിങ്ങിൽ വിശ്വാസമില്ലാത്തതാ പോലെയാണ് ഇരിക്കുന്നത്, അവർ എന്തായാലും ഈ ഒരു റീഡിങ് വിശ്വസിക്കേണ്ട അത്യാവശ്യമാണ് എന്നാണ് ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ തലവേദന, ഹെയർ ഫോള്, അങ്ങനെ തല റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നത് അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ജൂൺ മന്ത് നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയം നിങ്ങളുടെ ഫേവറായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തും. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറും. എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങൾ സഫറിങ് അനുഭവിച്ചത്, ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ സ്വഭാവം വളരെ മോശമാണ്. ആ വ്യക്തി കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങോട്ട് തിരിച്ച് നിങ്ങൾക്ക് ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെ, ചെയ്യാൻ കഴിയാതെ, അവർ എന്താണോ നിങ്ങളോട് പറയുന്നതെല്ലാം കേട്ട്, അവർ എന്താണോ നിങ്ങളോട് പ്രവർത്തിക്കുന്നതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിങ്ങൾക്ക് പോവേണ്ടതായിട്ട് വന്നു. പക്ഷേ കർമ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്. കർമ്മ ബൂമറാനാണ്. നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു, ഇനി അവർക്ക് അവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ ആവാൻ പോവുകയാണ് ഈ ജൂൺ മന്ത്. ഇവിടെ എന്തായാലും ജൂണിൽ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ട് ഒരു ന്യൂസെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ അറിയാം നിങ്ങൾ തെറ്റുകാരല്ല എന്ന്, എന്നിട്ടും നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ജസ്റ്റിസ് നിങ്ങൾക്ക് ജൂൺ മന്ത് കിട്ടുന്നത്. ഇവിടെ ജൂൺ മന്ത് 100-ൽ 60% നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി മാറിയതായിട്ട് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്യും. കാരണം നിങ്ങളുടെ എനർജിയിലൊരു ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു റോട്ടീൻ നല്ലതാവുന്നതാണ്. എല്ലാത്തിനും ഒരു സമയക്രമം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂൺ മന്ത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നതായിട്ട്, കുറച്ച് യോഗ, എക്സസൈസ് ഇതൊക്കെ ചെയ്യുക. പിന്നെ കൂടുതലായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. എവിടെയാണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ആവുന്നത് അങ്ങനെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കും ജൂൺ മന്ത്. അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിലും വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അറിവ് കുറച്ചും കൂടെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെയുള്ള ചക്രാസിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടും. ഒരേ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ചക്രത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജൂൺ മന്ത്. ജൂൺ മന്ത് പറ്റുമെങ്കിൽ ഹനുമാൻ കോവിലിൽ നിങ്ങൾ മാക്സിമം പോകാൻ ശ്രമിക്കുക. കാരണം ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടും. ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ പറയുന്നത് ഹനുമാൻ സ്വാമിയെ പോയി കാണാൻ. പിന്നെ ഹനുമാൻ ചാലീസ എന്നും വായിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലീസ നിങ്ങൾ എന്നും വായിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഭയങ്കരമായിട്ട് വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, അതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും പേടി മനസ്സിലുണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കും. കൂടാതെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒരു പേടി, ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയൊക്കെ ഉള്ള പേടി ഉണ്ടെങ്കിൽ അതിലും ഒരു മാറ്റം ഈ ഒരു ഹനുമാൻ ചാലീസ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നെഗറ്റിവിറ്റി, ബ്ലാക്ക് മാജിക്, ഇതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ഹനുമാൻ ചാലീസ വായിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഒന്നുകിൽ ചൊവ്വാഴ്ച തോറും ഹനുമാൻ സ്വാമിയെ പോയി തൊഴുക, അല്ലെങ്കിൽ എന്നും ഹനുമാൻ ചാലീസ വായിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ദൂരെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഹനുമാൻ സ്വാമിയുടെ ആ ഒരു അമ്പലത്തിൽ പോയി ദർശനം ചെയ്തിട്ട് നിങ്ങൾ ആ യാത്രയ്ക്ക് പോകുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനാണ്. കാരണം മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓരോ ചക്രാസ് ബാലൻസ് ആവും. ആദ്യം റൂട്ട് ചക്ര, പിന്നെ സെക്കൻഡ് ചക്ര, തേർഡ് ചക്ര, അങ്ങനെ ഓരോ ചക്രാസ് ബാലൻസായി നിങ്ങളുടെ ആ ഒരു എനർജി എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പറ്റൂല എങ്കിൽ നിങ്ങൾ ഓം മന്ത്രം മാത്രം ജസ്റ്റ് ഒന്ന് 5 മിനിറ്റത്തെങ്കിലും ഓം മന്ത്രം പറയുക. ഓം മന്ത്രം നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശരീരത്തിൽ ഒരു എനർജിയുടെ ആ ഒരു ഫ്ലോ ഉണ്ടായി ബാലൻസ് ഉണ്ടാവുന്നതാണ്.
പിന്നെ ജൂൺ മന്ത് മാരേജ് ഉറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മാരേജ് നോക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാരേജ് കഴിയാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മാരേജ് ചിലപ്പോൾ ജൂൺ മന്ത് ഉറപ്പിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജൂൺ മന്ത് ബേബിയുടെ ഒരു ആഗമനം, അതായത് നിങ്ങൾക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളില്ല, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ജൂൺ മന്ത് കാണാൻ സാധിക്കുന്ന റീഡിങ്ങിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.